ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. അമ്മയുടെ സത്സംഗത്തിൽ നിന്ന് ലഭിച്ച ദാനധർമ്മങ്ങളുടെ തത്വമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അമ്മ പറയുന്നു, സമ്പത്ത് എത്ര കിട്ടിയാലും ആർക്കും മതിയാകില്ല. അന്യരുടേതു കൂടി സ്വന്തമാക്കണമെന്ന ചിന്തയില്ലാതെ അന്യർക്ക് എന്തെങ്കിലും നൽകണമെന്ന ചിന്തയുള്ളവർ വിരളമാണ്. സ്വാർത്ഥത നിറഞ്ഞ മനസ്സിനെ നിസ്വാർത്ഥമാക്കുക എന്നതാണ് ദാനം കൊണ്ടും നിസ്വാർത്ഥ സേവനം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദാനമോ സേവനമോ ചെയ്യുന്നതിലൂടെ മനസ്സ് ശുദ്ധമാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അറിയാതെ നമ്മൾ നമ്മെ തന്നെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ നാളുകളായി കാണാതിരുന്ന കൂട്ടുകാരൻ വരുമ്പോൾ സ്നേഹപൂർവ്വം നമ്മൾ പൂഞ്ചെണ്ട് സമ്മാനിക്കുന്നു എന്ന് കരുതുക. അതിൻ്റെ ഭംഗിയും പരിമളവും ആദ്യം ആസ്വദിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ സംതൃപ്തി നുകരുന്നത് നമ്മൾ തന്നെയാണ്. അതിനാൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവർക്ക്, നമ്മളെക്കാൾ ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ നാം ബോധപൂർവം ശ്രമിക്കണം. കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. അതിൻ്റെ പുണ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് സഹായം വന്നു ചേരാൻ അത് ഉപകരിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് തന്നെ പലപ്പോഴും ദാനത്തിൻ്റെ തത്വം മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. ഏതു മനോഭാവത്തോടെയാണ് ദാനം ചെയ്യുന്നതെന്നത് വളരെ പ്രധാനമാണ്. ദാനം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരതീയ പാരമ്പര്യത്തിൽ അന്നദാനമോ വസ്ത്രദാനമോ ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്നയാൾ ദാനം സ്വീകരിക്കുന്നവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന പതിവുണ്ട്. ദാനം ചെയ്യാൻ ഒരവസരം തന്നതിലുള്ള കൃതജ്ഞതയായിട്ടാണ് അവരെ അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്ത്രീ അയൽക്കാരിൽ നിന്ന് കുറച്ച് ഉപ്പ് വാങ്ങാൻ പോയി. അതുമായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മകൾ ചോദിച്ചു, അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീയോട് ഉപ്പ് ചോദിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷെ ഇവിടെ ഉപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞു, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടത്ര പണം ഇല്ലാത്തതിനാൽ അവർ പലപ്പോഴും ഇവിടെ വന്ന് നമ്മളോട് പലതും ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനും അവരിൽ നിന്ന് വില കുറഞ്ഞ ചില സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമുക്കും അവരെ ആവശ്യമാണെന്ന് അവർക്ക് തോന്നും. അങ്ങനെയായാൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാൻ അവർക്കൊരു മടിയും ഉണ്ടാകുകയില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നത് വെറും അംഗീകാരത്തിന് വേണ്ടി മാത്രമാകരുത്. പുതുവർഷത്തിന് പല വീടുകളിലും അലങ്കാര ലൈറ്റുകൾ തൂക്കിയിടാറുണ്ടല്ലോ. കാണുന്നവർക്കത് സന്തോഷം പകരുന്നു. എന്നാൽ രാത്രി ഏറെ വൈകി ആരും നോക്കാനില്ലാതപ്പോഴും അവ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ നമ്മളും പ്രശസ്തിയും അംഗീകാരവും നോക്കാതെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ കാരുണ്യത്തിലും വിവേകം വേണം. ആളറിഞ്ഞും ആവശ്യമറിഞ്ഞും വേണം ദാനം ചെയ്യേണ്ടത്. ആരോഗ്യം തീരെ നഷ്ടമായവർ, ജോലി ചെയ്യാൻ ശേഷിയില്ലാത്തവർ, അംഗവൈകല്യം ബാധിച്ചവർ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച് നിസ്സഹായരായ കൊച്ചുകുട്ടികൾ, രോഗത്തിനു ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവർ, ആരും നോക്കാനില്ലാതെ വിഷമിക്കുന്ന പ്രായം ചെന്നവർ, ഇവരെയൊക്കെ നാം അറിഞ്ഞു സഹായിക്കണം. അത് ധർമ്മമാണ്. പക്ഷേ ആരോഗ്യമുള്ളവരും ജോലി ചെയ്യാൻ ശേഷിയുള്ളവരും ചോദിച്ചു വന്നാൽ ദാനം ചെയ്യുന്നത് ആലോചിച്ചു വേണം. അർഹതയില്ലാത്തവന് ദാനം നൽകുന്നത് അവരെ കൂടുതൽ മടിയന്മാരാക്കാനേ സഹായിക്കുകയുള്ളൂ. വിശക്കുന്നവന് നമ്മുടെ പങ്ക് ആഹാരം നൽകാം. രോഗിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാം. വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന സാധുക്കൾക്ക് വസ്ത്രം നൽകാം. ഒരു ജോലിയും കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ജോലി നൽകാം. അതല്ലാതെ ശ്രദ്ധയില്ലാതെ പണം നൽകിയാൽ അവർ കള്ളും കഞ്ചാവും വാങ്ങാൻ ഉപയോഗിച്ചെന്നിരിക്കും. അതിനാൽ ശ്രദ്ധിക്കണം. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി ആ ഭാവത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്കുള്ളത് പരസ്പരം പങ്കുവെക്കണം. നമ്മുടെ ജീവിതം ദുഃഖിക്കുന്ന ജീവരാശിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു യജ്ഞമാകണം. ആ യജ്ഞം നമ്മുടെ മനസ്സുകളെ പവിത്രമാക്കും.
ആ പവിത്രതയിലാണ് ജീവിതത്തിൻ്റെ വിജയവും ശാന്തിയും ഐശ്വര്യവും എല്ലാം കുടികൊള്ളുന്നത്. കാരുണ്യപൂർവമായ കർമ്മം, നിഷ്കാമമായ ഭക്തി, അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. തളർന്നവനൊരു പ്രോത്സാഹനം, വേദനിക്കുന്നവനൊരു സാന്ത്വനം, കഷ്ടപ്പെടുന്നവനൊരു സഹായം. അതിനോളം വലിയ സാധനയോ തപസ്സോ ഇല്ല. എടുക്കുന്നതിലല്ല കൊടുക്കുന്നതിലാണ് യഥാർത്ഥ ആനന്ദം. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണെങ്കിലും കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഏറ്റവും ദരിദ്രനായ വ്യക്തി അവനാണ് എന്ന് അമ്മ പറഞ്ഞു ചുരുക്കി. ഹരി ഓം നമഃ ശിവായ.